ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകൽ നമ്മൾ നിലവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ തിരുസന്ധി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്താൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ വന്ദനത്തെ പറയുന്നു. ദൈവത്തിൻ്റെ കൃപാതുള്ള നിമിഷങ്ങളും നമുക്ക് അനുഭവിക്കാനിടയാകേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച പ്രാർത്ഥനയോട് തന്നെ നമുക്ക് തുറന്നു സമയങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങൾ കർത്താവ് നമ്മളെ സഹായിച്ച ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഇരുന്നു. അവർ കഴിഞ്ഞ 2 ദിവസങ്ങൾ ഉപവാസത്തോട് പ്രാർത്ഥനയോടെ കർത്തൃപാദത്തിൽ ആയിരിക്കാൻ കർത്താവ് സാവകാശം നൽകി. വിശേഷാൽ ഇന്നലെ പകൽ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ പാദപ്പെടുത്തിക്കൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുവാനൊക്കെ കർത്താവ് അവസരം നൽകി. ദൈവത്തിൻ്റെ കൃപ എല്ലാ നിലയിലും വരും ദിവസങ്ങളും നമുക്ക് അനുഭവിക്കാൻ കർത്താവിൻ്റെ ആകട്ടെ. നമ്മെ തന്നെ സമർപ്പിച്ച പ്രാർത്ഥനയോടെ വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ആ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വിശദീകരണത്തിലേക്ക് ഒന്നും പോകാതെ ഒരു വാക്യം മാത്രം ദൈവങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 17-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മതി. സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയില് പാടുന്ന പാട്ട് ദൈവത്തോട് നന്ദി അർപ്പിച്ചുകൊണ്ട് താൻ പറയുന്ന ചില വാക്കുകളാണ് ഈ 17-ാം സങ്കീർത്തനത്തിൽ. നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തിൽ ഒട്ടുമിക്കാലും സമയങ്ങളിലും പ്രശ്നങ്ങളും രോഗങ്ങളും അല്ലെങ്കിൽ ശത്രുഭയം, വേട്ടയാടൽ, ഇതിൻ്റെയൊക്കെ അമ്പിലായിരുന്നു തൻ്റെ ജീവിതം. എന്നാൽ താൻ ദൈവസന്നിധി ഇവിടെ പാടുമ്പോൾ ഒരു പ്രത്യേക പദം എടുത്തു പറയുന്നുണ്ട്. എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എൻ്റെ കാൽ. നമ്മൾ ഇന്ന് പകൽ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ കാൽ ചുവട്ടിൽ നടക്കുന്നവന്റെ കാൽ വഴുതത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കണം, കാൽ വഴുതുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ചുവട് അല്ലെങ്കിൽ എൻ്റെ റൂട്ട് മാറിപ്പോയി. കർത്താവിന്റെ കാൽ ചുവട്ടിൽ നടന്നാൽ, ആ കാൽപ്പാട് നോക്കി നടന്നാൽ എൻ്റെ കാൽ വഴുതത്തില്ല. ദാവീദിന്റെ ജീവിതത്തിൽ കാൽ വഴുതാൻ സാഹചര്യങ്ങൾ ധാരാളമുണ്ടായി. യേശുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മനസ്സ് ദാവീദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിന് ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ശൗൽ രാജാവിനെ കൊല്ലുവാൻ 2 അവസരം കിട്ടിയപ്പോഴും താൻ കൊന്നില്ല. അഥവാ താൻ പറഞ്ഞു, യഹോവയുടെ വൃക്ഷത്തിന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് താൻ അവിടെ വഴിമാറി പോവുക. അന്ന് കിട്ടിയ അവസരം തക്കത്തിൽ ഉപയോഗിച്ച് ശൗലിനെ കൊന്നിരുന്നെങ്കിൽ തനിക്ക് പ്രാഗൽഭ്യത്തോടെ ദിവസത്തിൽ നിൽക്കാൻ കഴിയത്തില്ല. കാൽ വഴുതിപ്പോയത്. ശത്രുവിനെ സ്നേഹിക്കാം എന്നുള്ള വചനം അതേപടി പാലിക്കാൻ കഴിയാതെ പോകുമ്പോൾ തരം കിട്ടിയാൽ തിരിച്ചടിക്കുക, അത് ലോകത്തിന്റെ പ്രമാണം. ആ പ്രമാണത്തിൽ പോയാൽ എൻ്റെ കാൽ വഴുതും. കാൽ വഴുതാതിരിക്കണമെങ്കിൽ യേശുവിന്റെ ചുവടിൽ തന്നെ നടക്കണം. നമുക്ക് ഒരു വചനം ഞാൻ വേഗത്തിൽ ഒന്ന് ഓർപ്പിക്കാം. പത്രോസിന്റെ 1-ാം ലേഖനം എന്നെടുത്താണ്ട് 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. മതി, അവിടെ വായിച്ച ഭാഗം ശ്രദ്ധിച്ചല്ലോ. നിങ്ങൾ അവന്റെ കാഴ്ചപ്പാട് പിന്തുടരുവാൻ, അഥവാ നിങ്ങൾ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് ഒരു മാതൃക നമുക്ക് തന്നിട്ടുണ്ട്. ആ മാതൃകയാണ് 33.5 വർഷം ഭൂമിയിൽ ജീവിച്ച് കർത്താവ് കാണിച്ചു തന്ന മാതൃക. ആ കർത്താവ് പോയ കാഴ്ചപ്പാട്, കർത്താവ് ഇതുവഴിയൊക്കെ പോയിട്ടുണ്ടോ, എങ്ങനെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ, എന്തൊക്കെയായിരുന്നു, ആ കാൽച്ചുവട് നമ്മൾ പിന്തുടർന്നാൽ നമ്മുടെ കാൽ വഴുതത്തില്ല. 33.5 വർഷത്തെ യേശുവിന്റെ ജീവിതം. യേശു അവസാനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, നിങ്ങളിൽ ആർക്ക് എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ കഴിയും? തെറ്റുണ്ടെങ്കിൽ പറ. 33.5 വർഷത്തെ എൻ്റെ ജീവിതത്തിൽ പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം എന്ന് കോടതിയുടെ മുമ്പിൽ സധൈര്യം വിളിച്ചു പറഞ്ഞത്
തൻ്റെ കാൽ വഴുതാഞ്ഞത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതാന്ത്യത്തിൽ ലോകം പിശാച് നമ്മുടെ മുമ്പിൽ വന്നേച്ച് വിരൽ ചൂണ്ടുമ്പോൾ പിശാചിനെ നോക്കി തിരിച്ച് നമുക്കും പറയാൻ കഴിയണം, വല്ലതുമുണ്ടെങ്കിൽ പറ. വഴുതാതിരിക്കണമെങ്കിൽ ഒറ്റ വഴി, ആ കാൽച്ചുവട് പിന്തുടരുക. യേശുവിന്റെ കാൽച്ചുവടിൽ പോയാൽ വഴുതത്തില്ല, ഉറപ്പാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ ദിവസങ്ങളിൽ ആ കാൽച്ചുവടിൽ തന്നെ പോകാൻ എനിക്ക് കൃപ തരണമേ. പലപ്പോഴും ഇതിലും ബെസ്റ്റ് വഴികൾ നമുക്ക് കാണാം. യേശു പോയ വഴി പലപ്പോഴും അത്ര സുഖകരമല്ല. നമുക്കറിയാം യേശു പോയ വഴികൾ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി യേശുവിന്റെ ശിഷ്യന്മാർ കൂടെ നടന്നവർക്ക് പോലും ഒരിക്കൽ യോഹന്നാനും യാക്കോബും യേശുവിനോട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, യേശുവിനെ അംഗീകരിക്കാതെ വന്ന ഒരു ഗ്രൂപ്പ് ഒരു സംഭവത്തിൽ വന്നപ്പം കർത്താവെ ഏലിയാവ് ചെയ്തതുപോലെ ഇപ്പോൾ ഇവരെ നശിപ്പിക്കട്ടെ എന്നൊരു വാക്ക് നിനക്ക് പറയരുതോ. അപ്പൊ യേശു പറഞ്ഞ വാക്കെന്തോ, നിങ്ങൾ ഏത് ആത്മാവിന് അധീനം, എന്റെ വഴി ഇതല്ല. എന്നെ എതിർക്കുന്നവരെ നശിപ്പിക്കുന്നതല്ല എന്റെ വഴി, അവരെ സ്നേഹിക്കുന്നതാണ് എന്റെ വഴി. അങ്ങനെ എനിക്ക് തിരിച്ചറിയണം യേശുവിന്റെ കാൽപ്പാട്, ആ കാൽച്ചുവട് ഒന്ന് ശ്രദ്ധിച്ചു പോകാമെങ്കിൽ നമ്മുടെ കാൽ വഴുതത്തില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, ഈ ലോകത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഒത്തിരി കാൽച്ചുവടുകളുണ്ട്, ഒത്തിരി പേര് നേട്ടമുണ്ടാക്കിയ കാൽച്ചുവടുണ്ട്, ഒത്തിരി പേര് മുന്നിൽ കയറിപ്പോയ കാൽച്ചുവടുണ്ട്, ഒത്തിരി പേർ സമൂഹത്തിൽ ഉന്നതന്മാരായ കാൽച്ചുവടുണ്ട്. ആ കാൽച്ചുവട്ടിൽ ഞാൻ പോയാൽ അവർക്കൊരു പക്ഷെ അത് നല്ലതായിരിക്കാം, എനിക്ക് നല്ലതാകണമെന്നില്ല. അവർ ഉയരത്തിൽ കയറി, പക്ഷെങ്കിൽ ഞാൻ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് പോകാൻ ഒറ്റ വഴി എൻ്റെ കർത്താവ് തന്നിട്ടുണ്ട്, കർത്താവിന്റെ കാൽച്ചുവട് പിന്തുടരുക. ആ വചനം ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക നിശ്ചയിച്ചു പോയിരിക്കുന്നത്. എന്താണ് മാതൃക? അടുത്ത വാക്കുള്ളത് വായിച്ചോളൂ. അവൻ പാപം ചെയ്തിട്ടില്ല, വഞ്ചന ഇല്ലാത്ത ഒരു നാവ്, വായ. യേശു കാണിച്ച മാതൃക, യേശുവിന്റെ കാഴ്ചപ്പാട്. ജീവിതത്തിൽ വഴുതാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാർഗങ്ങളാണ് പറഞ്ഞു വരുന്നത്. അവിടെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ആ കാഴ്ചപ്പാടിന്റെ പ്രത്യേകത, അവന്റെ വായിൽ വഞ്ചനയൊന്നും. അങ്ങനെയെങ്കിൽ യേശുവിന്റെ വായിൽ വഞ്ചനയില്ലെങ്കിൽ യേശു നടന്ന വഴിയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്ന, വഴുതാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ വായിലും എന്തുണ്ടാകാൻ പാടില്ല? വഞ്ചന ഉണ്ടാകാൻ പാടില്ല. വാക്കുകൾ സ്ട്രൈറ്റ് ആയിരിക്കണം. അതിനകത്ത് എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചുകൊണ്ടല്ല നമ്മുടെ വാക്കെപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കട്ടെ. വഞ്ചനയില്ലാത്ത നാവ്. അടുത്തത് വായിച്ചോ. തന്നെ ശകാരിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പറയാൻ എല്ലാ സാധ്യതകളുണ്ട്. നമ്മൾ പറയത്തില്ല, എന്റെ നാവിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, പക്ഷെങ്കിൽ ഞാൻ നന്നായി സംസാരിച്ചാലുള്ള പ്രശ്നം കാല് വഴുതി. നമ്മൾ പറയായിരിക്കും, നല്ല രണ്ട് പറഞ്ഞ് അവനെ ഇരുത്തി, ഓക്കെ അവരിരുന്നു, പക്ഷെ നിങ്ങളുടെ കാല് വഴുതി. പിന്നീട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോ പിശാച് വന്നച്ചെന്ന് പറയും, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, പിശാച് വന്നച്ച് പറയും, നീ വലിയ ഭക്തനാന്ന് ചമഞ്ഞ നിന്റെ ധാരണ. ഞാനിതെല്ലാം പിശാചിന് അന്നേരെ വാർത്ത കിട്ടും. വളരെ ഗൗരവത്തോടെ നമ്മൾ ഓർക്കണം. കർത്താവിന്റെ പാദപീഠത്തിങ്കൽ ആ കാൽച്ചുവട്ടിൽ പോയില്ലെങ്കിൽ എന്റെ കാൽ വഴുതും. എന്നോട് പറയുന്നു, കർത്താവ് ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. എനിക്ക് കർത്താവ് ഒരു മാതൃക വെച്ചു പോയെങ്കിൽ ഞാൻ ആ പാതയിലൂടെ മാത്രം അങ്ങ് പോയാൽ മതി. അവിടേക്ക് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കുകയും ന്യായമായി വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തോട് ആ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്നെ ശകാരിക്കുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എന്നെ കഷ്ടപ്പെടുത്തുന്നു. ഇത് ആരോട് പറയാം? നമുക്ക് ദൈവത്തോട് പറയാം.
നമ്മുടെ സൃഷ്ടാവായ കർത്താവായ എന്നെ നടത്തുന്ന എന്റെ എല്ലാമായ എന്റെ ദൈവത്തോട് എനിക്കിത് പറയാം. കർത്താവേ, കഷ്ടമുണ്ട്, ശകാരമുണ്ട്, പലരിൽ നിന്ന് ഭീഷണിയുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ പലത് വരുന്നുണ്ട്, ഞാൻ പ്രതീക്ഷിക്കാത്ത പലതും പലരിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ദൈവത്തോട് പറയാം. പകരം പറയരുത്. പകരം പറഞ്ഞാൽ എന്റെ കാൽ വഴുതി. നമ്മൾ വളരെ വൃത്തം ഓർക്കണം. എന്റെ നടപ്പ് നിന്റെ കാൽച്ചുവട്ടിൽ തന്നെ ആയിരുന്നു, എന്റെ കാൽ വഴുതിയതുമില്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വഴുതാതെ നടക്കാനാണ്. വഴുതി വീണിട്ട് എഴുന്നേറ്റ് നടക്കുന്ന നടപ്പ് നമുക്കറിയാം അല്പം ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ ഒടിവ് സംഭവിക്കാം, ചതവ് സംഭവിക്കാം. പഴയതുപോലെ എന്താണെങ്കിലും വഴുതി വീണിട്ട് എഴുന്നേറ്റ് നടക്കുമ്പോൾ സ്പീഡ് കിട്ടത്തില്ല. അപ്പം വഴുതാതെ നടക്കാൻ ബെസ്റ്റ് വഴി ഏതാണ്? യേശുവിന്റെ കാൽച്ചുവടുണ്ടല്ലോ. ആ കാൽച്ചുവടിലൂടെ പോകുമ്പോൾ എനിക്ക് വഴുതേണ്ടി വരത്തില്ല. അപ്പൊ ന്യായമായ ചില ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ജനങ്ങളെല്ലാം എന്നെ വെറും അങ്ങ് പൊട്ടനാക്കത്തില്ലേ? അപ്പോസ്തലൻ പൗലോസ് തന്റെ വാക്കുകൾ പറയുന്നുണ്ട്, ക്രിസ്തുവിന് വേണ്ടി ഞാനൊരു ഘോഷനാണ്. ആർക്ക് വേണ്ടി? കർത്താവിന് വേണ്ടി. കർത്താവിന് വേണ്ടി ഞാൻ ഘോഷനായാൽ നിത്യതയിൽ എനിക്ക് വലിയ പ്രതിഫലമാണ്. മാത്രമല്ല, എനിക്ക് എന്റെ യജമാനന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. നമ്മൾ ഓർക്കണം, നമ്മൾക്ക് പലപ്പോഴും പലരും പറയുമായിരിക്കും നമുക്കൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, പക്ഷെങ്കിൽ ചില കേസിൽ സംസാരിക്കാതിരുന്നാൽ അവിടെ നമ്മൾ വിളിക്കൽ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നത് കരുതുന്നു. സംസാരിക്കുന്നവരല്ല വിടുക്കുക, പലയിടത്തും മൗനമായിരിക്കുന്നവരാണ് വിടുക്കുക. ഒരിക്കൽ ഒരു വീട്ടുകാരൻ തന്റെ നായെ നന്നായിട്ട് ട്രെയിൻ ചെയ്യിച്ച് പാല് വാങ്ങാനായിട്ട് നായെ പറഞ്ഞു വിട്ടു. നിങ്ങൾ കേട്ടിട്ടുള്ള സ്റ്റോറിയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണേലും ഇതുമായിട്ട് ചേർന്ന് വരുന്നത് കൊണ്ട് ഞാൻ അതൊന്ന് ഓർമ്മിക്കാം. അതിന്റെ വായിൽ ഒരു കവർ പിടിപ്പിച്ച് അതിനകത്ത് എത്ര കവർ പാല് വേണോ അതിന്റെ പൈസയും ഇട്ട് കടയിലേക്ക് പറഞ്ഞു വിടും. ട്രെയിനിങ് കൊടുത്താൽ നായ്ക്കൾ ഇതൊക്കെ ചെയ്യും. അങ്ങനെ ഈ നായ ഈ കവറും കടിച്ചു പിടിച്ചുകൊണ്ട് ആ കടയിൽ ചെല്ലും. ആ കടക്കാരൻ നോക്കുമ്പോൾ 2 കവർ പാലിന്റെ പൈസ ഉണ്ട്. അദ്ദേഹം പൈസ എടുത്തു, പാല് കവറിലിട്ട് നായ പറഞ്ഞു വിടുന്നു. ഈ നായ ഈ കവറിൽ പാലും തൂക്കിക്കൊണ്ട് നടക്കുന്ന കണ്ടപ്പോ മറ്റു തെരുവ് നായ്ക്കൾക്കൊക്കെ ഒരു രസം. വേണ്ട ഒരുത്തൻ ഏതാണ്ട് കടിച്ചു പിടിച്ചോണ്ട് ഇത് കൂട്ടം കൂടി നിന്ന് ഈ നായയുടെ മുമ്പിൽ കുരയ്ക്കാൻ തുടങ്ങി. ഈ നായ മിണ്ടുന്നില്ല. അടുത്ത ദിവസവും നായ ഇതുപോലെ പോകുന്നു, പാലും കൊണ്ട് വരുന്നു, മറ്റു നായ്ക്കൾ കുരയ്ക്കുന്നു. ഈ നായ കുരച്ചില്ല, പക്ഷെ ഉള്ളിൽ പറഞ്ഞു, എടാ നീ കുരയ്ക്കുന്നതിന് നന്നായിട്ട് കുരയ്ക്കാൻ എനിക്കറിയാം, പക്ഷെങ്കിൽ ഞാനിപ്പം മറ്റൊരു ഡ്യൂട്ടിയിലാണ്. ഐ ആം ഇൻ മൈ മാസ്റ്റേഴ്സ് ഡ്യൂട്ടി. എൻ്റെ യജമാനന്റെ ഡ്യൂട്ടിയിലാണ്. ഞാൻ കുരച്ചാൽ ഈ വായിലിരിക്കുന്ന പാല് പൊട്ടിപ്പോവും, പാൽ കവർ താഴെ വീഴും. തിരിച്ച് ഞാൻ എവിടെ ചെല്ലേണ്ടത്? യജമാനന്റെ അടുക്ക ചെല്ലുമ്പം യജമാനൻ ചോദിക്കും, എന്തിയടാ പാല്? അപ്പൊ യജമാനോട് മറുപടി തന്നു വെച്ചോ, എന്റെ നേരെ കുരച്ചു ഞാനും യജമാനൻ കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കുമോ? യജമാനൻ എന്താ പറയും? എടാ വഴിയെ നടക്കുന്നവൻ കുരയ്ക്കും, പക്ഷെ അത് യജമാനനില്ലാത്തവനാ, ഉടമയില്ലാത്തവനാ. പക്ഷെ നിനക്കൊരു ഉടമയുണ്ട്. നീ എന്റെ ഒരു ഡ്യൂട്ടിയില്ല. നീ കുരയ്ക്കാൻ പാടില്ല. നീ ചിലടത്ത് മൗനം പാലിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ചറിയണം, ആർക്കും എവിടെയും നിന്ന് കുരയ്ക്കാം, കുരച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, യജമാനനില്ലാത്ത തെരുവ് നായ്ക്കൾ കുരച്ചു കൊള്ളട്ടെ. യജമാനനുള്ളവൻ ഓർത്തോണം, എനിക്കൊരു യജമാനനുണ്ട്. ഞാൻ യജമാനന്റെ ഒരു ഡ്യൂട്ടിയിലാണ്. എനിക്ക് ഒടുവിൽ എന്റെ യജമാനന്റെ അടുക്കൽ ചെല്ലേണ്ടതുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വെറും കൈയായിട്ട് ഞാൻ ചെല്ലാൻ ഇടവരരുത്. എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു വേണം എനിക്ക് അവിടെ എത്താൻ. അങ്ങനെയെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, യജമാനന്റെ ഇഷ്ടമനുസരിച്ച് യേശു പോയ കാൽച്ചുവട്ടിൽ പോയില്ല എങ്കിൽ എന്റെ കാൽ വഴുകും.
ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയി എന്റെ മക്കൾക്ക് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ കാൽച്ചുവട്ടിൽ പോയില്ലെങ്കിൽ കാൽ വഴുതാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ചിന്തയെ വേഗത്തിൽ ഉറപ്പിക്കാം, നമ്മുടെ നോട്ടം തെറ്റിയാൽ കാൽ വഴുതാൻ സാധ്യതയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാൽച്ചുവട്, ദൈവം പോയ, യേശു കർത്താവ് കാണിച്ചു തന്ന, നടന്നു പോയ ആ കാൽച്ചുവട്ടിലൂടെ ഞാൻ പോകുമ്പോൾ എന്റെ പാദവും യേശു വെച്ചിടത്ത് തന്നെ നിൽച്ചാൽ, യേശുവിന്റെ ഉറച്ച പാദം വെച്ചിടത്ത് എന്റെ പാദം വെച്ചാൽ ഞാൻ വഴി വീഴത്തില്ല. 73-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിച്ചോളൂ. രണ്ടാമത്തെ ചിന്തയിലേക്ക് വേഗം ദൈവം ശ്രദ്ധ കൊണ്ടുവരാം. എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. അവിടെ എഴുതിയിരിക്കുന്നത് ഏതാണ്ട് ഞാൻ വഴുതി, ഏറെക്കുറെ വഴുതിപ്പോയി, തെന്നി വീണു. കാരണം തന്നെ ആ സങ്കീർത്തനം വിശദീകരിക്കുന്നില്ല, നമുക്കറിയാവുന്ന ഞാൻ വേഗത്തിൽ പറഞ്ഞോട്ടെ. ഈ ആസാഫ് എന്ന ഭക്തന് പറ്റിയത് ദൈവത്തെ നോക്കേണ്ടതിന് പകരം അഹങ്കാരികളുടെ, ദുഷ്ടന്റെ സൗഖ്യങ്ങൾ. അവിടെ ആ ഭാഗങ്ങളൊന്ന് വായിക്കാമോ? 73-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത്, ദുഷ്ടന്റെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അങ്ങനെയെങ്കിൽ ഞാൻ വേഗത്തിൽ പറഞ്ഞോട്ടോ, ഈ ഭക്തന്റെ കാൽ വഴുതിയപ്പോഴാണ് നോട്ടം തെറ്റിയപ്പോഴാണ്. നോക്കേണ്ടത് അങ്ങോട്ടായിരുന്നു, ദൈവത്തെങ്കിലും നോക്കണം. 16-ാം വാക്യം 17. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താണെന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തും, നീ അവരെ നാശത്തിൽ തള്ളിയിടും. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മിനിറ്റുകളാൽ അശേഷം മുടിഞ്ഞുപോയി. വായിക്കുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കേണ്ട ഭക്തൻ നോട്ടം തെറ്റി. ദൈവമക്കളോട് എടുത്ത് നോക്കണം, നമ്മുടെ നോട്ടം കർത്താവിന്റെ മുഖത്തേക്കായിരിക്കും. കർത്താവ് നടന്ന പാത കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവത്തിന് വേണ്ടി പലതും ചെയ്യുന്ന, മെച്ചപ്പെട്ട ജീവിതം മറ്റുള്ളവരെക്കാൾ നയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആത്മീയ നിലവാരത്തെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന പലരുടെയും ജീവിതത്തിൽ പ്രാർത്ഥിക്കാത്തവന്റെ ഉയർച്ച കാണുമ്പോൾ അറിയാതെ നോക്കിപ്പോകും. എന്നാൽ വചനം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു, നോട്ടം തെറ്റരുത്. നോട്ടം തെറ്റിയാൽ കാൽ വഴുതും. ഇന്ന് പകൽ ദൈവമക്കൾ, ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, നമ്മൾ കർത്താവിനെ കണ്ടുകൊണ്ട് ഇറങ്ങിയവർ, ദുഷ്ടന്റെ സൗഖ്യം അത് എന്തുമാകട്ടെ, സങ്കീർത്തന ഭാഗത്തിനോട് പറയുന്നുണ്ടല്ലോ, സ്വദേശികമായ പച്ചവൃക്ഷം പോലെ ദുഷ്ടൻ തഴയ്ക്കും, പക്ഷെ പിന്നത്തേതിൽ അവൻ അവിടെ ഇല്ല. നല്ലൊരു മഴ പെയ്താൽ നമുക്കറിയാം കാട് ആർത്തു വളരും. ഒരു 10 ദിവസം അടുപ്പിച്ച് വെയിലുണ്ടെങ്കിൽ ഇത് പിന്നെ ഇല്ല. എന്നാൽ പനയെ കുറിച്ച് പറയുന്നത്, നീതിമാന്റെ വളർച്ച പനയെ പോലെ, നീതിമാൻ പന പോലെ, അത് വളരെ സ്ലോയിലാണ്. നമ്മൾ ഓർക്കുക, കർത്താവേ, എന്റെ വളർച്ച, ദൈവം ആഗ്രഹിക്കുന്ന വളർച്ച, അത് ഉയരത്തിലെത്തും. ഉയരത്തിലെത്തിക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന് കഴിയും. പക്ഷെങ്കിൽ കർത്താവേ, എന്റെ നോട്ടം സമൃദ്ധിയിലേക്ക്, പച്ചപ്പിലേക്ക്, ഉയർച്ചയിലേക്ക് നോക്കാതെ ദൈവമേ അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കാൻ എനിക്ക് ഇടതരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാൽ വഴുതാൻ ഞാൻ പറഞ്ഞല്ലോ, നോട്ടം തെറ്റിയാൽ കാൽ വഴുതും. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് 3 ഉപമകൾ പറയുന്നുണ്ട്. വായിക്കണമെന്ന് ഞാൻ വേഗത്തിൽ പറഞ്ഞുവിടാം. നമുക്കറിയാവുന്ന 3 ഉപമ. 100 ആടിൽ 1 കാണാതെ പോയത്, 2 10 ദ്രഹ്മയിൽ 1 കാണാതെ പോയത്, 3 2 മക്കളിൽ 1 കാണാതെ പോയത്. നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കണം. 15-ാം അധ്യായത്തിൽ 3 ഉപമ കാണുന്നുണ്ട്. ഈ 3 ഉപമയുടെ പ്രത്യേകത നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുന്ന ആ കർത്താവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ ഉപമ 100 ആടിൽ 1, അഥവാ 100-ൽ 1 നഷ്ടപ്പെട്ടു. 2 10-ൽ 1 നഷ്ടപ്പെട്ടു. 3 2-ൽ 1 നഷ്ടപ്പെട്ടു. ഒന്നാമത്തെ ഉപമയിൽ കാട്ടിൽ നഷ്ടപ്പെട്ട ആട്, രണ്ടാമത്തെ ഉപമയിൽ വീട്ടിൽ നഷ്ടപ്പെട്ട ദ്രഹ്മ,
മൂന്നാമത്തെ ഉപമയിൽ നാട്ടിൽ നഷ്ടപ്പെട്ട മകൻ. ഈ മൂന്നും തിരികെ കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ തൽക്കാലം നമ്മുടെ ആ വിഷയത്തിൽ മാത്രം ഒന്ന് കയറി വരികയാണ്. 100 ആട് ഒരു മനുഷ്യനുണ്ടായിരുന്നു. 15-ന്റെ 1 വായിച്ചോളൂ. ഒന്ന് കാണാതെ പോയി അത്ര മതി. ആ ഭാഗത്ത് നമ്മൾ വായിച്ചു 100 ആടുകൾ ഒന്ന് കാണാതെ പോയി. വ്യക്തി ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ ആട് എങ്ങനെ കാണാതെ പോയത്? എങ്ങനെ നഷ്ടപ്പെട്ടു? കൂട്ടം തെറ്റിയ ആടെന്നോ നാട്ടിൽ നഷ്ടപ്പെട്ട ആടെന്നോ ഒക്കെ നമുക്ക് വേണേൽ പറയാം. എന്നാൽ വേഗത്തിൽ ഞാൻ അതിന്റെ ഒരു വിശദീകരണം തന്ന് ആ ഭാഗം അവസാനിപ്പിക്കാം. നമുക്കറിയാം, പരിശീലനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥകളൊക്കെ പറയുന്നത്. ഇടയൻ മുമ്പേ നടക്കുന്നു, അതിന്റെ പിന്നാലെ ആടുകൾ നടക്കുന്നു. ഇടയൻ അല്പം മുമ്പിലെത്തിയാൽ പുറകെ നിൽക്കുന്ന ആടിനെ ഇടയനെ കാണത്തില്ല. പിന്നെ ആട് കാണുന്നത് തൊട്ട് മുമ്പിൽ നടക്കുന്ന ആടിനെ. ഇത് 100 ആടിന്റെ കണക്കാ. ആയിരക്കണക്കിന് ആടുകളുമായിട്ട് പോകുന്ന ഇടയന്മാർ. ഇവർ സഞ്ചരിച്ചു പോകുമ്പോൾ ഇടയന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആട് ഇടയനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു 10 ആട് വരെ ഇടയനെ കാണുന്നു. ബാക്കി ആടുകൾ തൊട്ട് മുമ്പിലുള്ള ആടുകളെ നോക്കിക്കൊണ്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഈ 99 ആടുകൾ നോക്കിയതാരെയാണ്? തൊട്ട് മുമ്പിലുള്ളവര്, അഥവാ ഇടയനെ എന്ന് ഞങ്ങൾ പറയാം. ഇടയനെ നോക്കിയാണല്ലോ മറ്റുള്ളവർ വരുന്നത്. ഈ 1 എവിടെ തെറ്റിപ്പോയി? കൂട്ടം തെറ്റി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നോട്ടം തെറ്റി എന്ന് പറയുന്നതാണ്. ഇങ്ങനെ സഞ്ചരിച്ചു വന്ന കൂട്ടത്തിൽ ഏതോ കയ്യാലയ്ക്കപ്പുറത്ത് നല്ല പച്ചല കണ്ടപ്പോ ഈ ആടിനൊരു ആഗ്രഹം, നേരെ അങ്ങോട്ട് നോക്കി. ആട് കയ്യാലെ വലിഞ്ഞു കയറി, എത്തിപ്പിടിച്ചു, കിട്ടിയില്ല, താഴോട്ടങ്ങ് പോകും. ഇനി ഞങ്ങളോട് പറയാം, ഇത് 100ാമത്തെ ആടായിരിക്കും. മുമ്പിലത്തേതാണെങ്കിൽ പുറകെ വരുന്ന ആടുകൾ ബഹളം വെച്ചാൽ ഈ ലാസ്റ്റ് വന്ന പുള്ളി എത്തി വലിഞ്ഞ് താഴെ പോകും. ഇടയൻ ആ ഗോശാലയിൽ ചെന്ന് എണ്ണിക്കയറ്റിയപ്പോൾ 1, 2, 3 ഇങ്ങനെ എണ്ണിക്കയറ്റിയപ്പോൾ 99. അദ്ദേഹത്തിന്റെ സംശയം. പിന്നെ അതിനെ പുറത്തിറക്കി, വീണ്ടും നമ്പർ എടുത്തു. അന്നേരം മനസ്സിലായി, ഒന്നുപോയി. ഞാൻ ആ വിഷയത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഈ ആട് തെറ്റിയതിന്റെ കാരണം ഒറ്റ വാക്കി പറഞ്ഞോട്ടെ, നോട്ടം തെറ്റി. നോട്ടം തെറ്റിയത് വഴുതി. ഇടയനെ നോക്കി നടന്നത് കൂട്ടിൽ കയറി. ദൈവമക്കളെ, നമുക്കെന്താ വേണ്ടി? നമുക്ക് ഇടയനില്ലേ? മാത്രമല്ല എന്നോട് പറഞ്ഞോട്ടെ, ഈ ആട് ചിന്തിച്ചെന്തോ, കൂട്ടിൽ ചെന്നാൽ തീറ്റി കിട്ടിയില്ലെങ്കിലോ? വേണ്ടാത്ത ചിന്തകളൊക്കെ കയറുമ്പോഴാണ് നോട്ടം തെറ്റുന്നത്. ഇടയൻ മുമ്പിൽ പോകുമ്പോൾ തന്റെ കയ്യിൽ അന്ന് രാത്രിയിൽ കഴിക്കുവാനുള്ള ആടിന്റെ തീറ്റയുണ്ട്. തന്നോടൊപ്പം യാത്ര ചെയ്യുന്ന മറ്റുള്ളവരുടെ കയ്യിലും ഈ ആടിന്റെ തീറ്റയുണ്ട്. ഇടയനെ എന്തോ ഒരു ചെറിയ വിശ്വാസക്കുറവ് വന്നിട്ട് തീരുമാനിച്ചു, ഇന്ന് വൈകിട്ട് ആഹാരം കിട്ടിയില്ലെങ്കിലോ, ഞാൻ എന്റെ കാര്യം നോക്കിയില്ലെങ്കിൽ. പലപ്പോഴും നമ്മുടെ കാലം ഒഴുകുന്ന എപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസക്കുറവാണ്. 100% ദൈവത്തെ വിശ്വസിക്കാമോ? എനിക്കൊരു ഇടയനുണ്ട്. ആ ഇടയൻ എന്നെ പോറ്റാൻ മതിയായവനാണ്. എന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും എന്നെ നടത്താൻ കഴിവുള്ള ഒരു ഇടയനാണ് എന്റെ ഇടയൻ. ആ ബോധ്യമുണ്ടെങ്കിൽ എന്റെ നോട്ടം ഇടയനിൽ മാത്രമാകും, പച്ചപ്പിലേക്ക് പോകത്തില്ല, ഇവിടുത്തെ സമൃദ്ധിയിലേക്ക് പോകത്തില്ല. നിനക്ക് വേണ്ടത് തരാൻ എന്റെ ദൈവം മതിയായില്ല. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം വളരെ പരിശുദ്ധമായ സങ്കീർത്തനമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കാരണം ഇടയൻ യഹോവയാണെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, പകരം എന്റെ ഇടയനെ നോക്കാമെങ്കിൽ എന്റെ കാൽ വഴുതാൻ എന്നെ കർത്താവ് അനുവദിക്കത്തില്ല. ഇന്ന് പകലിലെ മക്കളെ, നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടാകണം. എനിക്കൊരു ഇടയനുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ഇടയനുണ്ട്. ആ ഇടയൻ എന്നെ നടത്തുമ്പോൾ ഞാൻ നോക്കേണ്ടത് എന്റെ ഇടയന്റെ മുഖത്തേക്കാണ്.
ഇടയൻ ഇതുവഴി പോകുന്നു, ഞാൻ അതുവഴി പോവുക. ഇന്ന് ഞാൻ എത്തിപ്പിടിച്ച പച്ചപ്പ് ഒരുപക്ഷെ നാളെ എനിക്ക് വേണ്ടി എന്റെ ഇടയൻ കരുതി വെച്ചതാണെങ്കിൽ ഞാൻ അത് നാളെ പ്രാപിച്ചോളാം. ഇന്ന് ഞാൻ അതിനു വേണ്ടി ആയണ്ട, ഞാൻ എത്തി വരികേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടത് തക്ക സമയത്ത് എന്റെ ഇടയൻ. ഞാൻ പറഞ്ഞല്ലോ, നോട്ടം തെറ്റിയാൽ കാൽ വഴി. ഒരു ചിന്തയോടെ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. നമുക്കറിയാവുന്ന ഒരു വചനം തന്നെ ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന് 30-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ. മതി, വായിച്ചപ്പോ തന്നെ നമുക്ക് ആശയം മനസ്സിലായി. യേശുവിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച പത്രോസ്. യേശു കടലിൽ മീതെ നടക്കുന്നത് കണ്ടപ്പോൾ യേശു ആദ്യം ഭൂതമെന്ന് കരുതി. യേശു പറഞ്ഞല്ല ഞാനെന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ വരാൻ കൽപ്പിക്കണമേ പത്രോസ് ഇറങ്ങി തിരിച്ചു. യേശുവിന്റെ മുഖത്ത് നോക്കി ഓരോ ചുവട് വെച്ച് വെച്ച് മുന്നോട്ട് പോയ പത്രോസ് നോട്ടം തെറ്റി. അവിടെ ഇട്ടിരിക്കുന്ന പ്രത്യേക പദം അവൻ മതി. കാറ്റ് കണ്ട് ഇറങ്ങിയത് കാറ്റ് കണ്ടോണ്ടാണ്, അല്ല യേശുവിനെ കണ്ടോണ്ടാണ്. പത്രോസ് മുങ്ങാൻ കാരണം, കാൽ വഴുതാൻ കാരണം നോട്ടം തെറ്റിയത്. ദൈവമക്കളെ, എന്ന് വരെയാ യേശുവിന്റെ മുഖത്ത് നോക്കണ്ട്? യേശുവിന്റെ അരികിൽ ചെല്ലുന്നവരെ നോക്കണം. തുടക്കത്തിൽ നമ്മളൊക്കെ നോക്കും, കുറച്ച് കഴിയുമ്പം നമ്മൾ ബാലൻസ്ഡായി. എനിക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാലേ വല്ലതൊക്കെ നടക്കത്തുള്ളായിരുന്നു. ഇന്നിപ്പോ ഒത്തിരി പ്രാർത്ഥന ചെയ്ത കാര്യമൊക്കെ ദൈവം എന്നെ അങ്ങ് സ്നേഹിച്ചില്ലേ, എന്നെ അങ്ങ് അനുഗ്രഹിച്ചില്ലേ. ഞാൻ ഇനി ഒത്തിരി വചനം ധ്യാനിച്ചാലും അങ്ങനെ അത്ര ആത്മീയം കാണിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അല്ല, നമ്മൾ എന്നും എന്നും ആ മുഖത്തേക്ക് നോക്കി ഇറങ്ങിത്തിരിച്ചവർ ജീവിത അവസാനം വരെയും ആ മുഖത്തേക്ക് തന്നെ നോക്കണം. ദൈവം നമ്മളിൽ നിന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, കർത്താവേ ആ മുഖത്തേക്ക് നോക്കി വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച എന്റെ ജീവിതത്തിൽ നോട്ടം തെറ്റാനിട വരരുത്. യെസ്, ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ചാൽ, കർത്താവേ ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എന്റെ നോട്ടം ആ മുഖത്തായിരുന്നു. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ എന്തൊക്കെയോ ആണെന്ന് തോന്നിയപ്പോൾ എന്റെ നോട്ടം മാറിയതാണ് എന്റെ കാൽ വഴുതാൻ കാരണമെങ്കിൽ ഇന്ന് പകൽ പറ, കർത്താവേ ആ മുഖത്തു നിന്ന് നോട്ടം മാറ്റാതെ ആ കാൽച്ചുവട്ടിൽ നടക്കാൻ എനിക്ക് കൃപ തരണമേ. യെസ്, ഹല്ലേലൂയ. ഒരു ചിന്തയോടെ പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നോട്ടം അല്ലെങ്കിൽ കാൽ വഴുതാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 119-ാം സങ്കീർത്തനത്തിന്റെ 133-ാം വാക്യം ഇവിടെ വായിച്ചു. Psalms 119 verse 132. മതി, വഴുതാതിരിക്കാൻ എന്റെ കാലടികളെ വചനത്തിൽ. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ സ്ഥിരമായി നിന്നാൽ കാൽ വഴുതത്തില്ല. പലപ്പോഴും വഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, വചനം വിട്ട് പുറകോട്ടോ പോയി. വചനത്തിൽ സ്ഥിരമായി നിന്നാൽ കാൽ വഴുതൽ. വിശദീകരിക്കുന്നില്ല. 121-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം കൂടെ വായിച്ചു. മതി, നിന്റെ കാൽ വഴുതുവാൻ അവൻ. 1-ാം വാക്യം നമുക്കറിയാം, ഞാൻ എന്റെ കണ്ണ്. അപ്പൊ ദൈവമുഖത്തേക്ക് നോക്കുന്നവന്റെ കാൽ വഴുതാൻ ദൈവം സമ്മതിക്കത്തില്ല. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്? ആ കാൽ ചുവട്ടിൽ തന്നെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കാൽ വഴുതില്ല. വഴുതി വീണു എണ്ണീറ്റു പിന്നെ നമ്മളെ നടക്കാം. നമ്മൾ പറയും സാരമില്ല, വീണാലും എഴുന്നേക്കും. വചനമൊക്കെ എടുത്ത് പറയും, വീണാലും നിലംപരിച്ച ആകത്തിന് കർത്താവ് എന്നെ താങ്ങും. അത് താങ്ങും. പക്ഷെങ്കിൽ എന്ന് പറഞ്ഞ് നാളെ ഞാൻ വീഴണം. ഇന്നലെ ഒരിടത്ത് തെന്നി വീണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ വഴുക്കലുണ്ട്, വീഴാൻ സാധ്യതയുണ്ട്. നാളെ പോകുമ്പോൾ അങ്ങനെ ആയിരിക്കും പോകുന്നത്. സൂക്ഷിച്ചു പോകും. വീണ്ടും വീഴാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വീഴാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആത്മീയ വിഷയത്തിൽ വീണ്ടും എഴുന്നേറ്റു. ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു, നല്ല കാര്യം. പക്ഷെ നിന്റെ സ്പീഡ് കുറഞ്ഞു. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു സ്ഥിരമായ യാത്രയാണ്. ഇടക്കിടയ്ക്ക് വീഴുന്നു, ഇടക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നു. ദൈവസഭ എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ പറഞ്ഞത് ഭൗതിക വീഴ്ചയെക്കുറിച്ച് മാത്രമല്ല, ഏത് മേഖലകളിലും എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് വീണ്ടും നടത്തുന്നു.
2 മാസം കഴിഞ്ഞേച്ച് ഞാൻ പിന്നെ വീഴുന്നു. ഇതല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വചനം വളരെ വ്യക്തമായിട്ട് ഉറപ്പിച്ചു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും. എല്ലാ പ്രിയപ്പെട്ട കണ്ണുകളുടെ ദൈവകാര്യങ്ങൾ കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ദൈവത്തിന്റെ കാൽച്ചുവട്ടുകളിൽ നടക്കുന്നവന്റെ കാൽ വഴുതാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് മകൾ വിശ്വാസത്തോടെ വിളിച്ചു പറ, കർത്താവേ, ഞാൻ ആ കാൽച്ചുവട്ടിൽ എനിക്കൊരു മാതൃക വെച്ച് പോയിട്ടുണ്ട്. ആ മാതൃകയുള്ള കർത്താവെ, അങ്ങ് കാണിച്ച മാതൃക പ്രകാരം ആ കാൽച്ചുവട്ടിൽ തന്നെ നടക്കാൻ എനിക്ക് കൃപ തരണമേ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. ശകാരിച്ചതിന്റെ പകരം ശകാരിച്ചില്ല. അതാണ് യേശു കാണിച്ചു തന്ന മാതൃക. അതാണ് യേശുവിന്റെ കാൽച്ചുവട്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ തിരിച്ച് സംസാരിക്കാനൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെങ്കിൽ ഒരു സത്യം ലോകത്തോട് വിളിച്ചു പറയണം. എനിക്ക് സംസാരിക്കാൻ അറിയാമെങ്കിലും, എനിക്ക് പ്രതികരിക്കാൻ അറിയാമെങ്കിലും, നിന്നെക്കാളുപരി നിന്നെ ഇടിച്ചു താക്കാൻ എനിക്ക് അറിയാമെങ്കിലും, ഞാൻ നടക്കുന്നത് എന്റെ ഗുരുനാഥൻ കാണിച്ചു തന്ന കാഴ്ചവട്ടില, എന്റെ യേശു നടന്ന പാതയിലൂടെ ഞാൻ നടക്കുന്നത്. എനിക്ക് വഴുതി വീഴാൻ ആഗ്രഹമില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം വന്നേച്ച്, പിശാച് വന്നേച്ച് നിങ്ങളോട് പറയും, നീ അങ്ങനെ മൗനമായൊന്നും ഇരിക്കണ്ട, നീ പൊട്ടം കളിക്കണ്ട, നീയും പ്രതികരിക്ക. ഒരു സത്യം തിരിച്ചറിഞ്ഞോണം, ഞാൻ പ്രതികരിച്ചാൽ എന്റെ കാൽ വഴുതും. എന്റെ യേശുവിന് ന്യായമായി പ്രതികരിക്കാൻ പലതും ഉണ്ടായിരുന്നു. എന്നാൽ യേശു ചെയ്ത മാതൃക അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം വരമേൽപ്പിക്കുക അത്ര ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കും ന്യായമായി വിധിക്കുന്ന ഒരു ദൈവമില്ലേ? ആ ദൈവത്തിലേക്ക് കാര്യം വരമേൽപ്പിച്ചാൽ എന്റെ കാൽ വഴുതാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പറയാം, കർത്താവേ, ആ കാൽച്ചുവട്ടിൽ നടന്നാൽ എന്റെ കാൽ വഴുതത്തില്ല. നോട്ടം തെറ്റിയതാണ് കർത്താവേ, പലപ്പോഴും എന്റെ കാൽ വഴുതാനിടയായത്. ദുഷ്ടന്റെ സൗഖ്യം കണ്ടപ്പോൾ എന്റെ കാൽ ഏറെക്കുറെ വഴുതിപ്പോയി. കർത്താവേ, ഇല്ല, ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് മാത്രമാണ് നോക്കുന്നത്. ഓ ഹല്ലേലൂയ. ആ 100 ആടിൽ ഒരാടിന്റെ നോട്ടം തെറ്റിയതാണ് താൻ വഴുതി വീഴാനിടയായത്. പത്രോസ് കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി തുടങ്ങാൻ ആരംഭിച്ചത് നോട്ടം തെറ്റിയത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ ദിവസങ്ങളിൽ ആ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവകരണം കൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. വചനത്തിൽ സ്ഥിരമായി നിന്നാൽ, ആ മുഖത്തേക്ക് നോക്കിയാൽ, അങ്ങനെയുള്ളവർ വഴുതാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് വന്നുകൊണ്ട് ഒരു പാട്ടിന്റെ ചില വരികൾ ചേർന്ന പാടി നമുക്ക് ദൈവത്തെ മുഖപ്പെടുത്താം. ഇന്ന് പകൽ ഈ വചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം എന്ന് പറയണം, വഴുതാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, വഴുതി പോകാൻ ഇടവരാതെ വണ്ണം എന്നെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസതയ്ക്കായി ഞാൻ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മുഖപ്പെടുത്താം. വഴുതിയിടാതെ അവൻ എന്നെ കരങ്ങളിൽ ആക്കും. ഒരുമിച്ച് പാടി ദൈവത്തിന്റെ നാമത്തെ മുഖപ്പെടുത്താം.